മക്കളോട് വേർതിരിവ് കാണിക്കരുത്. സ്നേഹത്തിലാണെങ്കിലും സ്വത്തിലാണെങ്കിലും. പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം ഉമ്മത്തിനോട് പറയേണ്ടത്, അനന്തര സ്വത്ത് വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുക. നോക്കിയോന് മാത്രം ചിലപ്പം എഴുതിയേക്കും. ചില മക്കളൊക്കെ ഒന്ന് തന്ത്രം പ്രയോഗിച്ചൊരു വിരലടയാളം വെച്ചിട്ട് സ്വത്ത് കൈമലാക്കും. വലിയ മഹാമാരുണ്ട്. ഈ അനന്തര സ്വത്ത് എല്ലാ മക്കൾക്കും തുല്യമായിട്ട് കൊടുക്കാനുള്ളതാ. തുല്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശറഅ് അനുസരിച്ച്. ഇസ്ലാമിന്റെ ശറഅ് ആദ്യം ആൾക്കാർക്ക് അറിയാം എവിടെയാ. വാപ്പ ജീവിച്ചിരിക്കെ മോൻ മരിച്ച മോന്റെ മക്കൾക്ക് സ്വത്തില്ല. ഇസ്ലാമിന്റെ ശറഅ. ആ ശറഇന്റെ പിന്നിലുള്ള ചരിത്രം എന്താണെന്നറിയോ? വാപ്പാർക്ക് വസിയത്തായിട്ട് എഴുതിയേക്ക. ഒരിക്കലും മക്കൾക്ക് വസിയത്ത് എഴുതിയേക്കാൻ പാടില്ല. പക്ഷേ മക്കൾ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്കൊരു വല്യുപ്പാക്ക് വസിയത്ത് എഴുതിയേക്കുന്നതിന് പ്രശ്നമല്ല. അപ്പൊ ഞാൻ അങ്ങ് മരിച്ചുപോയി, എൻ്റെ മക്കൾ എത്തി മക്കളാ, എൻ്റെ വാപ്പക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്വത്ത് എഴുതി വെക്കാം, വസിയത്ത് എഴുതി വെക്കാം. അല്ലാണ്ട് ആകെ അറിയുന്ന ഒരു ഇസ്ലാമിലെ ശറഅ എന്താ? മരിച്ചവൻ്റെ മക്കൾക്ക് സ്വത്ത് ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥങ്ങൾക്കൊന്നും കൊടുക്കരുത് എന്നല്ല. ഇതേപോലെ തന്നെയാ 4 പെൺമക്കളുള്ള ഒരു വാപ്പ മരിച്ച സ്വത്ത് ആർക്കൊക്കെ പോകും? മരിച്ചോയ വാപ്പാന്റെ ഏട്ടന് പോകും, അനിയന് പോകും. അതെല്ലാവർക്കും അറിയാം ശറഅ്. ആ സ്വത്ത് കിട്ടാനുള്ള മലക്കം പാച്ചില്ല, ഓട്ടത്തില. പക്ഷെ അതെന്തിനാ ആ സ്വത്ത് ഏട്ടനും അനിയനും കൊടുക്കുന്നതെന്നറിയോ? ഈ മരിച്ചോയ മക്കൾക്ക് വാപ്പയാവണങ്ങള്. അങ്ങനെ ഒരു വാപ്പന്റെ സ്ഥാനത്ത് ചെയ്യുമ്പോ, പണിയെടുക്കുമ്പോ, ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോ നിങ്ങളിൽ സ്വത്തില്ലേ, ഇറക്കാൻ മടിയുണ്ടോ? ആ വാപ്പന്റെ കിട്ടിയ മുതൽ ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കണം. അല്ലാണ്ട് ഇസ്ലാമിലെ ശറഅ് എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾ മാത്രമുള്ള മരിച്ച സ്വത്ത് ഞമ്മക്കും വരുമല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമല്ല. ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത ശറഅ് നയമൊക്കെ അറിയാം, ആവശ്യമുള്ളിട്ടൊന്നും അറിയില്ല. അതാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ പല പ്രശ്നങ്ങളും. അതുകൊണ്ട് തന്നെയാ പ്രിയപ്പെട്ടവരെ, വാപ്പാരോടൊക്കെയാ പറയണത്, ചിലപ്പോൾ ചില മക്കളോടൊക്കെ ഒരു ഇഷ്ടക്കൂടുതൽ ഉണ്ടെങ്കിൽ പോലും സ്വത്തിന്റെ കാര്യത്തിൽ അത് നീതിയോടെ എഴുതിയേക്കണം. കുടുംബത്തിലെ പലരും ചതിക്കുന്നവരുണ്ട്. ഇപ്പോഴും മരിച്ച വാപ്പാന്റെ സ്വത്ത് വീതം വെക്കാത്ത മക്കളുണ്ട്. വേഗം വീതം വെക്കണേ. കാരണം ചിലപ്പോൾ മൂത്തോൻ ആവശ്യം ഉണ്ടാവില്ല, ഓൻ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ട്. മൂന്നാമത്തോനും വേണ്ട, ഓനും സാമ്പത്തിക സ്ഥിതി ഉണ്ട്. ആർക്കാ വേണ്ട? രണ്ടാമത്തോന്. ഓനത് പറയാൻ മടി. കാരണം എന്താ? പറഞ്ഞാ പറയും വാപ്പാന്റെ മുതൽ വീതിക്കാൻ ഓൻ ആവശ്യപ്പെട്ടാന്ന്. വീതിക്കണം. ഓൻ ആവശ്യക്കാരനാണെങ്കിൽ ഓന്റെ ഓതി ഓന് കൊടുക്കണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഞമ്മക്ക് കാരണമല്ല, ആവശ്യമല്ല എന്നുള്ള കാരണത്തിന്റെ പേരിൽ കെട്ടിപ്പൂട്ടി വെക്കണം. എന്നിട്ട് അവസാനം ഓ മരിക്കും. മരിച്ചപ്പോ ശറഅ് നിയമം എന്താണ്? വാപ്പാന്റെ സ്വത്തിൽ മരിച്ചോനോ ഉണ്ടാവില്ല. എന്താ? ഓ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഈ മരിക്കുന്ന വിവരങ്ങൾ എന്തേ വീതിക്കാത്ത്? ഇനി ചിലർ പെങ്ങന്മാർക്ക് കൊടുക്കൂല. എന്താ? ഓളെ കെട്ടിച്ചു വിട്ടതോടുകൂടി ഒക്കെ കഴിഞ്ഞു. ചിലർ പെങ്ങന്മാരൊന്ന് പറ്റിക്കും സത്ത് നേടിയെടുക്കുന്ന വിഷയത്തിൽ. അത് പറഞ്ഞാൽ തീരൂല. എൻ്റെ ഒരു ഖുതുബ ഉണ്ട്, 4 ആഴ്ച ഞാൻ പറഞ്ഞു. എന്നെ വിളിച്ച് പലരും തെറിയും പറഞ്ഞു. അതാപ്പോഴത്തെ ശറഅ് സ്വത്തിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് സൂക്ഷിക്കണം. വാപ്പാരൊക്കെ എഴുതി വെക്കുന്ന മരണം കൺമുൻപിൽ കാണുമ്പോൾ ചില വാപ്പാരൊക്കെ മുതലാക്കുന്ന മക്കളും ഉണ്ട്. എന്നാൽ ആ സമയത്തുള്ള എന്തോ വെറുപ്പിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മക്കളെ വേർതിരിച്ച് കണ്ടു മരിച്ചു എന്ന വാപ്പാരും ഉണ്ട്. ആ സ്വത്തിന്റെ കാര്യത്തിലും സ്നേഹത്തിലും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം മക്കൾക്ക്. അത് മക്കളോടുള്ള ബാധ്യതയാണ്. പെൺകുട്ടികളെ പഠിപ്പിക്കരുതെന്നൊന്നും ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം. ഓള് 10ാം ക്ലാസ് കഴിഞ്ഞ് നല്ലോണം ഒന്ന് പഠിക്കാൻ വിചാരിച്ചാൽ കെട്ടിച്ച് വിടാനുള്ളത്. അയ്യ അത്ര പഠിച്ചാൽ മതി. അതുപോലെ പെൺമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ആൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? ഓനും പഠിപ്പിക്കണം, ഓളെയും പഠിപ്പിക്കണം. അറിവുണ്ടാക്കി കൊടുക്കണം. എപ്പോഴും പെൺമക്കളെ ഒരു താഴ്ത്തി കാണുന്ന ഒരു സ്വഭാവം ചില കുടുംബത്തിലെങ്കിലും ഉണ്ട്. അത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. നല്ലൊരു പെണ്ണ് കണ്ടിട്ട് പോന്നപ്പം അമ്മ പറഞ്ഞോ പറ്റൂലെന്ന്. ഇതേ കാരണം. എന്താ? വരാൻ ഒരാങ്ങളല്ല. എന്താ? 3 പെൺകുട്ടികളാ. ഇതാപ്പ നിയമോ? അവസാനം ഇളയതിനാണോ കെട്ടാൻ വിചാരിച്ചു. ഉമ്മ പറഞ്ഞാൽ എന്തായാലും വേണ്ട. എന്താ? ഓളമ്മന്റെ പാരമ്പര്യം എനിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുമൊക്കെ ഒക്കെ പെണ്ണെന്നെയായിരിക്കും. ഇതൊക്കെ ആരാ പറയുന്നതെന്ന് അറിയാം ഞങ്ങൾക്ക്? ഖുർആന്റെ നടുക്കണ്ടങ്ങൾ. ഒരു വക്തും തെറ്റാണ്ട് നിസ്കരിക്കുന്നവര്, നോമ്പ് വിൽക്കുന്നവര്. ഓളമ്മന്റെ പാരമ്പര്യം കിട്ടും, ഒക്കെ പെണ്ണായിരിക്കും, എനിക്കൊരു ആൺകുട്ടി വേണം. ഇതൊക്കെയാണ് പല കുടുംബത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാ കുടുംബത്തിലും നിസ്കാരവും നോമ്പും ഒക്കെ ക്ലിയർ. നിസ്കാരപ്പായ നമ്മട്ടെ ഇതിനെക്കൂടെ ആ മുസല്ലി തസ്ബീഹാലായിട്ട് അവിടെ തന്നെ അങ്ങോട്ട് കൂടും. ഇതൊക്കെ ആരെ കാണിക്കാനായി ഈ വേഷം കെട്ടലൊക്കെ? ദുനിയാവിൽ 4 ആളെ സർട്ടിഫിക്കറ്റ് കിട്ടിയ മരണം എളുപ്പാക്കാന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? പടച്ചോന്റെ സർട്ടിഫിക്കറ്റാ കിട്ടേണ്ടി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റബ്ബ് സർട്ടിഫിക്കറ്റ് തന്ന മരണവും എളുപ്പ, ആഹറവും എളുപ്പ, ഖബറും എളുപ്പ, മഹ്ശറും എളുപ്പ. ആ സർട്ടിഫിക്കറ്റ് നേടാൻ ഒരു മുഅ്മിന് പരിശ്രമിക്കേണ്ടത്. നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്കൊക്കെ. പകരത്തിന് പകരം കെട്ടിക്കാനുള്ള അല്ല കല്യാണം. അല്ലെങ്കിൽ നമ്മളെ ഒരു വാക്കിന്റെ പേരിൽ. നാളെ ഞാനൊരു ചെറുപ്പക്കാരനെയും പെൺകുട്ടീനെയും കണ്ടു. രണ്ടാളും മനസ്സ് വെറുത്ത് ജീവിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിക്കാഹിന്റെ മുൻപ് പറഞ്ഞുകൂടെ? എന്നാൽ
അപ്പോൾ പറഞ്ഞു വല്യമ്മൻ്റെ പൂതിയായിരുന്നു ആ തറവാട്ടിലേക്ക് കെട്ടിക്കണം എന്നുള്ളത്. വല്യമ്മൻ്റെ പൂതിക്ക് പേരക്കുട്ടീനെ കുരുതി കൊടുത്തതാ. ആദ്യം അങ്ങ് തീരുമാനിക്കും വല്യമ്മൻ്റെ തറവാട്ടിൽ നിന്ന് ഒന്നിനെ ഇത്തറവാട്ടിലേക്ക്. നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്ക്. ചില വാപ്പാരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഓൻ കുടിക്കാത്ത പാണുകളുണ്ടോ? അവസാനം 4 കാലിൽ കുട്ടീനെ വെട്ടിക്കൊന്ന് ഓൻ ഇങ്ങനെ ചോരയൊലിപ്പിച്ച് വരുമ്പോഴും വാപ്പ നിസ്സംഗതൻ അല്ല. അവനാൻ്റെ പെൺമക്കളെ കുടിയനും കളിക്കുന്നവനും ചീട്ടളിക്കാരനും കുരുതിക്ക് കൊടുക്കരുത്. ആ മക്കളെ കെട്ടിച്ചു വിട്ടാലേ പടച്ചോന്റെ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ അള്ള തുറന്നു തന്നുന്നാ. ഓലെ നല്ല നിലക്ക് പരിപാലിക്കുകയും 2 പെൺമക്കൾ ഉണ്ടാവുകയും ആ പെൺമക്കൾക്ക് നല്ലൊരു ജീവിതോപാധി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താ സ്വർഗം ഉറപ്പാ. അങ്ങനെ ചിന്തിക്കണം വാപ്പാര് പെൺമക്കളെ ആലോചിക്കുമ്പോഴൊക്കെ. കാരണം പലർക്കും പരീക്ഷണത്തിനാ കല്യാണം. ഇനി ആൺമക്കളുള്ള വാപ്പാരോടും കൂടിയാ പറയുന്നത്, ആൺകുട്ടീൻ്റെ സർവ്വ തോന്നിയാസത്തിനും പെണ്ണെട്ടിച്ച് നന്നാക്കാൻ മെനക്കെടരുത്. ഒരുപാട് കുടുംബത്തിൽ ആ പ്രശ്നങ്ങളുണ്ട്. അവസാനം കെട്ടിയതിൻ്റെ ആഴ്ചക്കപ്പള അറിയുന്നത് സ്വന്തം കെട്ടിയ പെണ്ണിനെ ഒന്ന് തൊടണമെങ്കിൽ ഓന് മണല്ലാത്ത വോഡ്ക ആദ്യ രാത്രിയിൽ സേവിക്കണം. കണ്ണീരും കഥനവുമായിട്ട് പെൺകുട്ടി ജീവിക്കുക. പിന്നെ ഓള് തിരിച്ചു വരാത്ത എന്തുകൊണ്ടാണെന്നറിയോ? വാപ്പാരെ ഇങ്ങളെ സ്നേഹിക്കുന്നോണ്ടാ. ഉമ്മാന്റെ നെഞ്ച് പടയാതിരിക്കാൻ വേണ്ടിയിട്ടാ പല ആണുങ്ങളുടെയും ചവിട്ടും തൊയ്യും കിട്ടിയിട്ട് പല പെൺമക്കളും ജീവിക്കുന്നത്. ആ മര്യാദ മക്കൾ കാണിക്കുമ്പം ആ മക്കൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത ഓരോ വാപ്പക്കും ഉമ്മക്കും ഉണ്ട്. ഇങ്ങനെ പല കുടുംബത്തിലും ആൺകുട്ടിയൊക്കെ ഉണ്ട്. പെൺമക്കളോട് പറയട്ടെ, കുട്ടീൻ്റെ പോക്കത്ര ശരിയല്ല എന്ന് കാണുമ്പോഴേക്ക് വേഗം വാപ്പാനോട് പോയി പറയും, കുട്ടി പോകുന്ന ക്ലാസ്സിലൊക്കെ ബസ് കണ്ടക്ടറോട് മിണ്ടുന്നുണ്ട്, നിങ്ങളൊരു പെണ്ണാലോചിക്കുക, പിയ്യാപ്പിളനെ നോക്കി വേഗം. അവസാനം സാധു ഒരു നല്ല സ്വപ്നം കണ്ട് ജീവിതം ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ പോയി കെട്ടുകയും ചെയ്യും. അങ്ങനെ നശിപ്പിച്ച എത്ര ചെറുപ്പക്കാരെ ജീവിതം പെൺകുട്ടികളിലുണ്ടെന്നറിയോ? ആരാനെ മനസ്സ് കൊണ്ടടന്നിട്ട് കെട്ടിയോൻ്റെ അടുത്ത് ചാരത്ത് കിടന്നുറങ്ങുമ്പോൾ പോലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർ, അവസാനം കുടുംബത്തിന് മുൻപിൽ നാണം കെടുത്തുന്നവർ, ആദ്യ രാത്രിയിൽ പോലും വീട്ടിൻ്റെ പിന്നാമ്പുറത്തേക്ക് കാമുകനെ വിളിച്ചു വരുത്തിയവർ, അവസാനം ഇതൊന്നും അറിയാതെ ആ പെണ്ണിനും കുടുംബത്തിനും വേണ്ടിയിട്ട് അധ്വാനിച്ച് വേർപ്പ് പറ്റിച്ച് തിരിച്ചു വരുമ്പോൾ പോലും പുഞ്ചിരി മുഖത്തൊട്ടിച്ച് വെച്ച് കെട്ടിയ ഭർത്താവിനെ വഞ്ചിച്ച് ജീവിക്കുന്ന പെൺമക്കളുണ്ടെങ്കിൽ ഒരാണിന്റെ ജീവിതങ്ങൾ നശിപ്പിക്കരുത്. ഈ കല്യാണം എന്ന് പറയുന്ന ഒന്നും നന്നാവാണല്ലേ, അതല്ലെങ്കിൽ നന്നാവായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് കൊടുക്കാനുള്ള അല്ല. അവനാൻ്റെ പെൺകുട്ടികളോട് പറയണെന്ത്, അങ്ങനെയുള്ള ഒരു പെണ്ണെ എന്നൊരാണിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന്. അതൊക്കെ ഒരു നല്ല വാപ്പാൻ്റെ ഇമ്മൻ്റെ ലക്ഷണ. മക്കൾ കാരണം ഫിത്തിനയിലായി പോയത് നിങ്ങൾ എല്ലാ രംഗത്തും. ഇതൊക്കെ പറയേണ്ടി വരിക ഇന്നത്തെ കാലഘട്ടത്തിൽ. ചിലർ വിചാരിക്കും പെൺകുട്ടിക്ക് മാത്രം ബേജാറ് എന്ന്. അല്ല, ആൺകുട്ടിക്കും ബേജാറുണ്ട്. 1000 സ്വപ്നം കണ്ട് കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് കെട്ടിയ പെണ്ണിൻ്റെ മുഷ്ട് സ്വഭാവം കൊണ്ട് നരകിച്ച് ജീവിക്കേണ്ടി വരുന്ന സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെട്ട് റോട്ടിൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫലത്തിൽ ജീവിച്ച് കെട്ടിയവന് സ്വൈര്യവും സമാധാനവും കൊടുക്കാത്ത പെൺകുട്ടികൾ. ആ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം നല്ല മക്കളെ ലക്ഷണം എന്താന്ന്. അതില്ലാത്തതാ ഇന്ന് പെണ്ണും കല്യാണം കഴിച്ചു പോയത് അല്ലേ? 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ചപ്പോൾ പത്രക്കാർ ചോദിച്ചു, എന്താ കുട്ടികളെ ഇപ്പം നിങ്ങൾ പെണ്ണും തന്നെ? ഓലറിന് ഇതാവുമ്പം പ്രസവിക്കണ്ട, മക്കളോക്കണ്ട, മൊലയൂട്ടണ്ട, ഗർഭം ധരിക്കണ്ട, ഇൻഡിവിജ്വൽ ഫ്രീഡം. അതെന്തേ മക്കൾക്ക് അങ്ങനെ തോന്നാൻ? അവരാ മാനസികമായ ലഹരിയിലേക്ക് എത്തി. കുടുംബമൊക്കെ വലിയ ഭാരാന്ന് അവർക്ക് തോന്നി. അവിടെ അമ്മമാർക്ക് ബാധ്യത ഉണ്ട്. പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, മോളെ എൻ്റെ വയറിൽ ഒരു കുഞ്ഞന് പടച്ചോൻ സ്ഥാനിട്ടിട്ടുണ്ടെങ്കിലേ എൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ പടച്ചോൻ തുറന്നു എന്നതിൻ്റെ അർത്ഥം. ഒരു കുടുംബത്തിൽ ഭർത്താവിനെയും മക്കളെയും ഉമ്മനെയും വാപ്പനെയും നോക്കാൻ വേണ്ടി ആ കുടുംബത്തിൽ പകലന്തിയോളം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ എൻ്റെ വേർപ്പിനും എൻ്റെ അധ്വാനത്തിനും പടച്ചോൻ എനിക്ക് തരുന്നതാ എൻ്റെ ഇജ്ജത്ത്. എൻ്റെ കാലിൻ്റെ ചോട്ടിലാ സ്വർഗം. സ്വർഗത്തിൻ്റെ 8 വാതിലും പടച്ചോൻ എനിക്ക് തുറന്നുതരാന്നാ പറഞ്ഞ്. നീ കുടുംബം നോക്കിയില്ലെങ്കിലും പടച്ചോൻ എന്നോട് ചോദിക്കൂല. കാരണം ആണ് കുടുംബം നോക്കട്ടെ, ഈ എൻ്റെ വീടും മക്കളെയും പരിപാലിച്ച് ജീവിച്ചാൽ മതി. ആണ് നയിച്ചുകൊണ്ട് വരട്ടെ എന്നാ ഇസ്ലാമിൻ്റെ കൽപ്പന. അതൊക്കെ ഒന്ന് പെൺമക്കളെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം.